അപ്പോൾ ഞാൻ ഈ ബിഗ് ബോസ് തുടങ്ങിയത് മുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങിയ ക്വസ്റ്റ്യനാണ്, എന്താണ് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടാത്തത്, റിവ്യൂ ഇടാത്തത്, എല്ലാ സീസണിലും ഇടുന്നതാണല്ലോ ഈ പ്രാവശ്യത്തെ ഇടാത്തതെന്നുള്ളത്. സത്യം പറഞ്ഞിട്ടാണെങ്കിൽ ഞാൻ കാണാറില്ല, ഞാൻ കണ്ടിട്ടാണെങ്കിലേ എനിക്കത് ഇടാൻ പറ്റുള്ളൂ. അപ്പം എൻ്റെ റീസൺ എന്താ ചോദിച്ചാൽ എന്തോ ഒരു മടുപ്പ്. സത്യം പറഞ്ഞാൽ എന്താ പറയുക, കാണാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ല. കഴിഞ്ഞ സീസണൊക്കെ തൊട്ടൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് വെച്ചാൽ എനിക്കിപ്പോൾ ബിഗ് ബോസിനെ പറ്റിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എന്താ വെച്ചാൽ LGBTQ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു പ്രോഗ്രാമായിട്ട് എനിക്ക് തോന്നുന്നു, അവർക്ക് വേണ്ടിയിട്ട് മാത്രം. അപ്പം അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവരെന്താ നമ്മളെപ്പോലെ തന്നെ സാധാരണ മനുഷ്യന്മാരെന്നല്ലേ, എല്ലാവരും ഒരേപോലെ അല്ലേ. അപ്പോൾ പ്രത്യേക ഒരു കൺസിഡറേഷന് അവർക്ക് കൊടുക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ്. പിന്നെ എന്താ പറയുക, ഇതുവരെയുള്ള സീസണിൽ എല്ലാ സീസണിലും ഉണ്ടെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ഒരാൾ. പക്ഷെ അതിൽ ഇതുവരെയുള്ളതിൽ ഏറ്റവും ഡീസൻ്റായിട്ട് പെർഫോം ചെയ്തതെന്ന് വെച്ചാൽ എന്താ പറയുക, നാദിറാണ്. നൂറൊക്കെ വാതിലൊക്കെ കിടക്കൊക്കെ പാളിക്കൊണ്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. പക്ഷേ എന്താ പറയുക, ഒരു അനാവശ്യമായിട്ട് ഓരോ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്ന മാതിരി എനിക്ക് തോന്നിയിരുന്നു. എന്തിനാ അങ്ങനെ ഒരു LGBTQ കാർഡ്, എന്തിനാ ആ കമ്മ്യൂണിറ്റിക്ക് വന്ന് ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിക്കാൻ? ശരിക്കും എന്താ പറയുക, ജനങ്ങളിൽ അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാനോ അല്ലെങ്കിൽ എന്തായിരിക്കും അങ്ങനെ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കൊണ്ടുവരുന്നത്. പക്ഷേ ആ ഒരു LGBTQ കാർഡ് എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും ഓരോ നമ്മളെ പോലെ തന്നെയല്ലേ, എന്താ പ്രത്യേകത?